ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ഐ മേക്കപ്പ് ആയിട്ടാണേ. അത് വന്നിട്ട് യൂണിവേഴ്സൽ ഐ മേക്കപ്പ് എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിനോ ഒരു പാർട്ടി വെയറിനോ ഒരു സാധാ നമ്മളെ ഏതൊരു ഡ്രസ്സ് ഇട്ടാലും ഈ ഒരു ഐ മേക്കപ്പ് അതിന് ചേർന്ന് പോകുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ ഐലിഡിന്റെ പുറത്ത് എന്തായാലും ഒരു ഡിസ്കളറേഷൻ കാണും. നമ്മുടെ സ്കിന്നുമായിട്ട് അതിന് ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ ഐലിഡിന്റെ മേളിൽ ഒരു കൺസീലർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺസീലർ നമ്മൾ ഇടുമ്പം തന്നെ ആ കളർ വന്ന് നമ്മുടെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് വരും. ഇപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു കൺസീലർ വെച്ച് നമ്മൾ നമ്മുടെ ഐ ഷാഡോസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ പോപ്പപ്പ് ആയിട്ട് വരും. ഈ കൺസീലർ എടുക്കുന്നത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഷെയ്ഡിലുള്ളതും എടുക്കാം, ഇല്ലെങ്കിൽ ഒരു ടോൺ ലൈറ്റർ ആയാലും കുഴപ്പമില്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഡിസ്കളറേഷൻ പോയിട്ടുണ്ട്. പിന്നെ ഐബ്രോസ് ഞാൻ വളരെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്ന് മെയിൻ ഫോക്കസ് ഐ മേക്കപ്പ് ആയത് കാരണം ഞാൻ അതാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ബ്രൗൺ പെൻസിലാണ്. അപ്പം എപ്പോഴും ബ്ലാക്കിനെക്കാളും ബ്രൗൺ പെൻസിലാണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മള് ഈ കോർണർ ഉണ്ടല്ലോ, ഈ എൻഡ്, ഇവിടെ നമ്മള് വി ഷേപ്പില് ഈ ബ്രൗൺ പെൻസിൽ വെച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരെണ്ണത്തിന് പോലെ ഞാനൊരു 2 എണ്ണം കൊടുക്കാൻ പോയാണ്. 2 3 ആയാലും കുഴപ്പമില്ല. നമ്മുടെ ഐലിഡ് സ്പേസ് ഒത്തിരി ഉണ്ടെങ്കിൽ ഒരു 3 വി കൊടുക്കാം. ഇതിന് നമ്മളൊരു ലാർജർ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യാം. കണ്ടില്ലേ, ഒരു ചെറിയ ഷാഡോ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. രണ്ടാമത് നമ്മള് ഇപ്പൊ കോർണേഴ്സ് എപ്പോഴും ഒരു ഡാർക്ക് ഷെയ്ഡും ഇന്നർ കോർണേഴ്സ് വന്നിട്ട് എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നർ കോർണറിൽ ഇപ്പൊ ഇതിൻ്റെ അകത്ത് 2 തരത്തിലെ ലൈറ്റ് കളേഴ്സ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഇല്ല രണ്ടും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അതായത് എൻഡില് ബ്രൗൺ ഷെയ്ഡും ഇന്നർ കോർണറിൽ ലൈറ്റ് ഷെയ്ഡ്. അപ്പൊ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ബ്രൗൺ പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇന്നർ കോർണറിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തത്. ഇപ്പൊ ഞാൻ വീണ്ടും ഈ പാലറ്റിൽ തന്നെയുള്ള ബ്രൗൺ കളേഴ്സ് എടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ ഞാൻ കൊടുത്ത ആ ഷെയ്ഡിന്റെ പുറത്ത് ഒന്ന് ചെറുതായിട്ട് എന്താ വൈപ്പർ മോഷനിൽ ഞാൻ കൊടുക്കാൻ പോകും. അത് കൊടുക്കുമ്പോൾ ഇന്നർ കോർണറിൽ വരാതെ നമ്മൾ നോക്കണം. കാരണം ഇന്നർ കോർണറിൽ വന്ന ആ ലൈറ്റ് ഷെയ്ഡ് അത് കവർ ആയിപ്പോകും. എന്നിട്ടും നമ്മുടെ അടുത്ത് അത് എക്സസ് ആയി പോയി എന്ന് തോന്നുവാണെങ്കിൽ ഒന്നിൽ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യാത്ത ഒരു ബ്രഷ് എടുക്കുക, ക്ലീൻ ബ്രഷ് എടുത്തിട്ട് ഒരിക്കൽ കൂടെ കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ആ വിങ്ങിന്റെ അവിടെ വന്നിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതെല്ലാം ഓപ്ഷനിലാണ്. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യം. അതായത്
എങ്ങനെ ഒരു കണ്ണിനെ നമ്മളൊന്ന് വലുതാക്കി കാണിക്കാം, പിന്നെ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ, അതായത് ഒരു ഗ്ലിറ്ററോ ഒന്നും ഇല്ലെങ്കിലും എങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഐ ഷാഡോ നമ്മളൊരു സാധാ ലുക്കിനും, ഈവൻ ക്രിസ്ത്യൻസിനൊക്കെ ആണെങ്കിൽ ബ്രൈഡ്സിനാണെങ്കിൽ പോലും ഇതിന്റെ മേളിൽ കുറച്ച് ഗ്ലിറ്റർ ഇട്ടാൽ തന്നെ ഒരു ഐ മേക്കപ്പ് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബ്രൗൺ പെൻസിൽ തന്നെ നമുക്ക് കണ്ണിന്റെ മേളിൽ ഐലൈനർ ആയിട്ട് കൊടുക്കാം. വളരെ ലൈറ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒത്തിരി വരച്ചതായിട്ടുള്ള ഒരു ഫീലിംഗും തോന്നൂല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനിക്ക് നിങ്ങൾക്ക് പറയേണ്ട ഒരു ട്യൂട്ടോറിയൽ. അതായത് ഒരു ബ്രൗൺ ഷാഡോ പ്ലസ് വന്ന് ഒരു ലൈറ്റ് ഷാഡോ വെച്ചിട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നത് ഗ്ലിറ്റേഴ്സ് ആഡ് ഓൺ ചെയ്യാം, ഫേക്ക് ലാഷസ് വെക്കണമെങ്കിൽ വെക്കാം, ഇല്ല ഇതിൽ തന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യാം. പക്ഷെ ഇത് ഒരു സാധാ ഒരു മേക്കപ്പിനെ പറ്റി ABCD പോലും പറയാൻ അറിയാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ആണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇത് ആദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് തരം ഐ മേക്കപ്പും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ ബേസിക് റൂൾ ഇത്രയേ ഉള്ളൂ. ഔട്ടർ കോർണർ ഡാർക്ക് ഷെയ്ഡ്, ഇന്നർ കോർണർ ലൈറ്റ് ആയിട്ടും ഇരിക്കുക. അപ്പൊ എന്താ, ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.